എന്നിട്ടും ഒരു ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 കഴിഞ്ഞിട്ട് ഇത്ര വർഷങ്ങളായി, പക്ഷെ ഇപ്പോഴും ആളുകൾ ആ ഒരു ഐഡിയ സ്റ്റാർ സിംഗറിലെ ജോബി അല്ലേ, ജോബി ജോൺ അല്ലേ എന്ന രീതിയിൽ ആളുകൾ ഇപ്പോഴും തിരിച്ചറിയുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടോ? തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ട് എല്ലാവരും. പിന്നെ നമ്മളുടെ ഒരു ഷേപ്പൊക്കെ ഇച്ചിരി ഒന്ന് മാറിയെങ്കിലും താടിയൊക്കെ വെച്ചതുകൊണ്ട് അതുകൊണ്ട് പലർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നില്ല, എങ്കിലും ആളുകൾക്ക് അറിയാം ആ ഒരു, കാരണം അവര് അത്രയും നമ്മളെ സ്നേഹിച്ചതാണല്ലോ. അതുകൊണ്ട് എവിടുന്ന് ചിലപ്പോൾ കണ്ടാലും എല്ലാവർക്കും മനസ്സിലാവും. കൂടുതലും ഇച്ചിരി ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നമ്മളെ അങ്ങ് അറിയില്ലെങ്കിൽ പോലും ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു 10-35 ആ ഒരു വയസ്സ് ആ സമയത്തുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മളെ കൂടുതലായിട്ട് അറിയാൻ പറ്റും. കാരണം അവരാണല്ലോ നമ്മളെ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതെ അതെ, നിങ്ങളുടെ പാട്ടും ഒക്കെ ഞാനും ചെയ്തായിരുന്നു ഫൈനലി വോട്ട്. അതെയോ? ജോബി ചേട്ടനും ശ്രീനാഥ് ചേട്ടനൊക്കെ ചെയ്യുമായിരുന്നു വോട്ട്. വെറുതെ എനിക്ക് 8.5 ലക്ഷം SMS കിട്ടിയത്. അതിലൊരു SMS എന്റെ ആയിരുന്നു ചേട്ടാ, ഒരു SMS എന്റെ ആയിരുന്നു. ചോദിച്ചോട്ടെ, ഏത് ഫോർമാറ്റിൽ SMS ചെയ്തെന്നുള്ളത്? ഐഡിയ മറ്റേ ഇങ്ങനെ SMS എന്നിട്ട് ജോബി ഒരു നമ്പർ അറിയാം, നമ്പർ 56. അപ്പൊ ചെയ്തിട്ടുണ്ട്. അതാണ് തമാശയല്ല, ചെയ്തിട്ടുണ്ട്. ചിലര് പറഞ്ഞിട്ട് പറയാ SMS ചെയ്തിട്ടുണ്ട്. ഞാൻ സൗദിയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ SMS ചെയ്തിട്ടുണ്ട്. സൗദിയിൽ നിന്ന് SMS നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇല്ല, അത് അന്ന് SMS എത്ര രൂപയായിരുന്നു ചേട്ടാ? 3 രൂപയോ എങ്ങാണ്ടായിരുന്നു. അതായത് എന്റെ അമ്മ, എന്റെ ഫോൺ പോയെന്ന് എനിക്ക് ഫോൺ പോലും ഇല്ല, എന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതല്ല പറഞ്ഞത്. ഓക്കെ, എന്റെ വിഷയത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചു പോയി. അപ്പം അതൊക്കെ അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ചോദിക്കണം വിചാരിച്ചു, അന്ന് ഈ കുറെ വോട്ടായിട്ട് ഈ വോട്ട് നിർത്തി വെച്ചു, അത്രയ്ക്ക് വോട്ട് വന്നു, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ടോ? അതിലൊക്കെ സത്യമുണ്ടോ? സത്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും അങ്ങനെ അവര് പറഞ്ഞുള്ള അറിവുള്ളൂ, എനിക്ക് പോയിട്ട് നോക്കിയിട്ടുള്ള അറിവില്ല. അപ്പൊ അവര് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്, അതായത് നമുക്ക് ഒരു 6:30 നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരു 9:30 വരെയാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഒരു 3 hours ഉള്ളിൽ വന്ന SMS ഇത്രയാണ് വന്നത്. അപ്പം അതിനുശേഷം പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും SMS കുറേ കൂടുതൽ വന്നെന്നോ 8 lakhs മേളിൽ പോയെന്നോ എന്നൊക്കെ രഞ്ജിനി പറഞ്ഞു. പിറ്റേ ദിവസം നമ്മളൊരു പിറ്റേ ദിവസത്തെ പുതിയ ഷോയ്ക്ക് വേണ്ടി നമ്മളെ വിളിച്ചപ്പോൾ ആ സമയത്താണ് ഇത് ഡിക്ലെയർ ചെയ്തത്, ഇങ്ങനെ SMS വന്നു എന്നുള്ള കാര്യങ്ങൾ സംഭവിച്ചെന്നാണ് പറയുന്നത്. ഫ്ലാറ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയത് ട്രിവാൻഡ്രത്ത് വീടായിരുന്നു, ഒരു റെഡി ടു ഓക്യുപ്പൈ ഒരു വീടായിരുന്നു. അപ്പം നമ്മൾ അത് ട്രിവാൻഡ്രം ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എറണാകുളമാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ പറയാത്തൊരു സത്യം ഞാൻ സ്റ്റാർ സിംഗറിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ പഠിച്ചത് വളർന്നതൊക്കെ എറണാകുളത്താണ്. അപ്പം എനിക്ക് എറണാകുളത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. കുറച്ച് കഥകളൊക്കെ ഉണ്ട് അതിന്റെ പുറകിൽ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബേസിലാണ് എനിക്ക് എറണാകുളത്ത് തന്നെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അങ്ങനെ അവരോട് പറഞ്ഞു. അങ്ങനെ ഇപ്പം നമ്മൾ അതിനുശേഷം അവിടുന്ന് അത് കൊടുത്ത് നമ്മളിവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു. ഇപ്പൊ ഇവിടെ എറണാകുളത്ത് ഇങ്ങനെ സെറ്റിൽഡ് ആയിട്ട്. ഫ്ലാറ്റില് ഞാനും വൈഫും പിള്ളേരും ഉണ്ട്.